നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പഴുവിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം. ഗോഡൌണിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ അന്തിക്കാട്. വാർത്തകളിലേക്ക് വിശദമായി. ഷഷ്ടി ആഘോഷത്തിനിടെ പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഓഫീസിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴുവിൽ അംഗൻവാടിക്ക് സമീപം പനമുക്കൽ പ്രദീപിന്റെ മകൻ പ്രശാന്താണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ വ്യാഴാഴ്ച രാത്രിയാണ് ഇയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടെ പഴുവിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ വീടിന് നേരെ ആക്രമണവും നടന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ക്ഷേത്ര കമ്മിറ്റി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശ് എന്നിവരുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇരുചക്ര വാഹനവും ജനൽ ചില്ലുകളും തല്ലിത്തകർത്ത നിലയിലാണ്. സംഭവസ്ഥലത്ത് കൂടുതൽ പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. തൊണ്ടുണ്ടാക്കി കളയുന്നു പറഞ്ഞിട്ട് കുറെ എണ്ണം ഉണ്ടായിരുന്നു. പിന്നാലെ 3 ആളാണ് ഇതിന്റെ ആൾക്കാർ. അല്ല, പിന്നാലെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ലല്ലോ ആരാന്ന്. വല്ല സെറ്റ് ഞങ്ങള് ഇത് കണ്ട വഴിക്ക് ഇതാ വേഗം വന്ന് ഗ്രില്ല് ഞാൻ പൂട്ടിട്ടു അടച്ചിങ്ങനെ ഇട്ടിരിക്കടന്നു. ഏട്ടൻ ബാത്റൂമിലായിരുന്നു. അത് വന്ന് ഇനി വേഗം തന്നെ അതിന് ഉള്ളിലേക്കാക്കി ആൾ ഇങ്ങോട്ട് വരുന്നേ. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോ, എന്നിട്ട് എങ്ങനെ ആവട്ടെ അവര് കഴിഞ്ഞങ്ങോട്ട് ഒന്നും കിട്ടാണ്ടോ. പെരേരും ആൾക്കാരെ വല്ലതും ചെയ്താൽ ബുദ്ധിമുട്ടായില്ലേ. ഞാനും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ട് പെട്ടെന്നൊരു വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് 4 പേര് ഗേറ്റിന് പുറത്ത് വന്ന് അട്ടഹസിച്ചു. ഒരു 2 സെക്കൻഡ് കൊണ്ട് ഒരു ഗേറ്റൊക്കെ വലിച്ച് തുറന്ന് വീടിൻ്റെ ഉള്ളിൽ വന്ന് കൊലവിളി നടത്തി. ഭയങ്കരമായിട്ടുള്ള ആവേശത്തിലാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങട, ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ശബ്ദം ഉണ്ടാക്കി. പേരെടുത്ത് പറഞ്ഞിട്ടാ ദേവിദാസൻ അവിടെ ഇറങ്ങടാന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലെന്തോ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചെറിയൊരു മിന്നായമാതിരിയാണ് കാണാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാനും ഭാര്യയും കൂടിയിട്ട് അകത്ത് ഒരു മുറിയിലുള്ളിലേക്ക് സുരക്ഷിതമായിട്ടൊന്ന് മാറിയിരുന്നു. കമ്പിയായിട്ടാണ് തോന്നിയത്. കമ്പി മാതിരിയുള്ളൊരു സാധനം കൊണ്ട് കംപ്ലീറ്റ് ജനലുകളും അടിച്ചു. അതുമാതിരി മുൻവശത്തെ വാതിലുമ്പലും അടിച്ചു. കംപ്ലീറ്റ് തകർത്തു. മാങ്ങാട്ടുകരയിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ സാമഗ്രികൾ മോഷ്ടിച്ച യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 19 വയസ്സുള്ള കണ്ടശങ്കടവ് മാമ്പുള്ളി സ്വദേശി കോരത്ത് വീട്ടിൽ അഭയയെയാണ് SI K അജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. 2 മൊബൈൽ ഫോണുകൾ, ഫീറ്റർ ഫാൻ, ഗോൾഡൻ ഫ്രെയിമുകൾ, 10 സ്ക്വയർ ഫ്രെയിമുകൾ, ആർച്ച്, റാക്ക് സ്റ്റാൻഡ്, 15 സെറ്റ്, ഡ്രിൽ സെറ്റ് തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. മാങ്ങാട്ടുകര സ്വദേശി നോബലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഇയാൾക്കെതിരെ മറ്റ് കേസുകളും സ്റ്റേഷനിലുണ്ട്. മോഷണ വസ്തുക്കൾ പ്രതി തളിക്കുളത്തുള്ള ആക്രിക്കടയിലാണ് വിറ്റതെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ അന്തിക്കാട്ടെ വിവിധ സ്കൂളുകളിലായി സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനായ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ജനറൽ കൺവീനർ BR ഷില്ലി, ട്രഷറർ കൂടിയായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, പബ്ലിസിറ്റി കൺവീനർ KK പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് ഹൈസ്കൂൾ, KGM LP സ്കൂൾ, പുത്തൻപീടിക GLP സ്കൂൾ, സെന്റ് ആന്റണി സ്കൂൾ, UAE ഹാൾ എന്നിവിടങ്ങളിലായി 18 വേദികളിലാണ് മത്സരം നടക്കുക. ഉപജില്ലയിലെ 116 സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ പങ്കെടുക്കും. 118 ഇനങ്ങളിലാണ് മത്സരം. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മെഡിക്കൽ, കുടിവെള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായി 13 കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 15 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. 18-ന് രാവിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് തിരശ്ശീല ഉയരും. സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കിയിട്ടുണ്ട്. 18-ന് രാവിലെ 9:30-ന് മന്ത്രി K രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 4 നാൾ നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു.
ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 977 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 549 പോയിന്റുള്ള എറിയാട് GKVHSSനാണ് രണ്ടാം സ്ഥാനം. 545 പോയിന്റ് നേടി കൊടുങ്ങല്ലൂർ GHSS മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷനായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ കുട്ടി സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജനറൽ കൺവീനർ VK മുജീബ് റഹ്മാൻ മാസ്റ്റർ, PC സിംല, OS ഷൈൻ, ഫാദർ ഷൈജൻ കളത്തിൽ, സഗീർ, ബാബു മാസ്റ്റർ, ഷിഹാബുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവ ദിനങ്ങളിൽ ഭക്ഷണശാലയിൽ പാചകത്തിന് നേതൃത്വം നൽകിയ ഗോപാൽജിയെ ചടങ്ങിൽ ആദരിച്ചു. ഒരു മതേതരത്തെ കൂട്ടായ്മകൾ നമ്മൾക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടാൻ അറിവിനോടൊപ്പം വിജ്ഞാനവും അറിവിനോടൊപ്പം കലാപരവും കായികപരവുമായിട്ടുള്ള ഉന്നതിയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവരുടെ വളർച്ചയിൽ നമ്മൾ പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു മത്സരമായിട്ട് ആരും തന്നെ എടുക്കരുത്. നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കരുത് എന്നുള്ളതൊക്കെ. അസൂയ നമ്മുടെ മക്കളിലേക്ക് കടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിലും നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരാൻ ഇടയാക്കി. അതെല്ലാം അവരുടെ സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വളർന്നു വരുന്നു. പരസ്പര മാത്സര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ അസൂയയും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്നേ. അതോടൊപ്പം തന്നെ സാഹോദര്യം നമുക്കിടയിൽ നിന്ന് അന്യമാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എന്നും ഈ കൊച്ചുമക്കൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവരോടും മത്സരിക്കുക എന്നുള്ള ചിന്തകൾ, പുറകിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, സമ്മർദ്ദങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന നാളുകളിൽ വരാൻ പോകുന്ന കുപ്രസിദ്ധ ഗുണ്ട ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ ഇച്ചാവ എന്ന വൈഷ്ണവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മൂർക്കനാട് ഇരട്ടക്കൊലപാതകം, 4 വധശ്രമ കേസുകൾ, കവർച്ച തുടങ്ങി 10ഓളം കേസുകളിലെ പ്രതിയാണ്. ഇരട്ടക്കൊലപാതക കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചു വരുന്നതിനിടെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കലുത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ KS സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ, ഷിജു തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് നടപടി പൂർത്തീകരിച്ചത്. കോൺഗ്രസ് വനിതാ വാർഡ് മെമ്പറുടെ പരാതി നേരിട്ട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെച്ച അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് DYFI അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ പഞ്ചായത്ത് കമ്മിറ്റികളെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ ചേർന്ന പ്രതിഷേധ യോഗം CPM മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ മേഖലാ സെക്രട്ടറി ഷാനി അനിൽകുമാർ അധ്യക്ഷയായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് CG മോഹൻദാസ്, KS അജീഷ്, സ്വാതി, ജനപ്രതികളായ CR രമേശ്, ഷേർലി റാഫി, സിമി പ്രദീപ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഐനിച്ചോട് അരവശ്ശേരി വീട്ടിൽ നൂറുദ്ദീന്റെ മകളായ ഹാഷിദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവ് കാട്ടൂർ വില്ലേജ് പണിക്കർമൂല ദേശത്ത് മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് അസീസ് കുറ്റക്കാരനാണെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ കണ്ടെത്തി. വിധി വെള്ളിയാഴ്ച പ്രസ്താവിക്കും. 2022 ഓഗസ്റ്റ് 20-നാണ് സംഭവം നടന്നത്. കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിരിക്കുകയായിരുന്ന ഷാഹിദയെ ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് അതിക്രൂരമായി വെട്ടുകയും തടയാൻ ചെന്ന പിതാവ് നൂറുദ്ദീനെ തലയ്ക്ക് വെട്ടുകയും മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഷാഹിദ മരണപ്പെട്ടു. വലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന KS സുശാന്താണ് അന്വേഷണം നടത്തിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP NS സലീഷ് അന്വേഷണം ഏറ്റെടുത്തു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റുമാരായ PA ജെയിംസ്, എബിൻ ഗോപുരൻ, അൽജോ P ആന്റണി, TG സൗമ്യ എന്നിവർ ഹാജരായി. കരുവന്നൂർ ബാങ്ക് കൊള്ള നടത്തിയ CPMകാർ തളിക്കുളം സഹകരണ ബാങ്കിനെതിരെ നടത്തുന്നത് സഹകാരികളിൽ ഭീതി പടർത്തി ബാങ്കിനെ തകർക്കാനുള്ള ശ്രമമാണെന്ന് ജനകീയ സഹകരണ മുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല,
അതിപ്പോൾ ഇന്ന് അവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും എല്ലാ വീടുകളിലും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി കൊണ്ടുപോയി ഇത് ആധികാരികമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലായി ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞു. ഇതിൽ ഈ ആക്ഷേപത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബാങ്കിന്റെ ഓഡിറ്റ് പ്രകാരം തന്നാണ്ട് മാത്രം നഷ്ടം 1,85,00,000 രൂപ നഷ്ടം. പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ആധികാരിക രേഖ ഒരു പണമിടപാട് സ്ഥാപനത്തിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പറയുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ചുമതല വഹിക്കുന്നവർ ചില ഉത്തരവാദിത്തങ്ങൾ കാണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിംഗിലെ പരാമർശങ്ങൾ പറഞ്ഞാണ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത്. കെടുകാര്യസ്ഥതയോടെ പഞ്ചായത്തിനെ നയിക്കുന്ന നേതൃത്വത്തിനും മുന്നണിക്കും തളിക്കുളം ബാങ്കിനെ കരുവന്നൂർ മാതൃകയിൽ നയിക്കാനുള്ള ത്വരയാണുള്ളത്. വാർത്താസമ്മേളനത്തിൽ ജനകീയ സഹകരണ മുന്നണി ചെയർമാൻ അഡ്വക്കേറ്റ് BM ഭഗത് സിംഗ്, കൺവീനർ PP പ്രിയരാജ്, തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ്, വൈസ് പ്രസിഡന്റ് വിനയപ്രസാദ് എന്നിവർ പങ്കെടുത്തു. വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് ഈ പറയുന്ന എഴുതി വെച്ചിട്ടുള്ള സംഖ്യ തിരിച്ചെടുക്കുന്നതോടെ തന്നെ പരിഹരിക്കാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ബാങ്കിനോട് അത് വിട്ടില്ല. ഞങ്ങളോട് തുടർച്ചയായിട്ട് മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതും ഇക്കാര്യം തന്നെ. പിന്നെ ഇവര് ഈ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് കയ്യിൽ വെച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ചില കാര്യം മറ്റേ ബോധ്യപ്പെടുന്നത്. നേരത്തെ എനിക്ക് സംശയമുള്ളതാണ്. ഈ ഒരു 6 മാസം 3 പേരടങ്ങുന്ന ടീം ഓഡിറ്റ്, അതിന് പുറമെ 4 പേരടങ്ങുന്ന AR ഓഫീസർ സംഘം, കേരള ബാങ്കിലെ ടീം, ഇതൊക്കെ വന്ന് അവിടെ ഓഡിറ്റ് പരിശോധന നടത്തി. അവരുടെയൊക്കെ തന്നെ ടീം ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഒന്നും കിട്ടിയില്ല. നമ്മൾ 1 രൂപയുടെ ക്രമക്കേട് കാണിച്ചതിന് ഒരു കാര്യം പറയാം. 1 രൂപയുടെ പഴുവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1924 കർഷകരും കർഷക തൊഴിലാളികളും ജാതിമത വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ രൂപീകരിച്ച ഒരു പരസ്പര സഹായ സംഘമായിരുന്നു പഴുവിൽ സംഘം. നിരവധി മുൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്വന്തമായ സ്ഥലത്ത് 4 ബ്രാഞ്ചുകളും ഒരു ഹെഡ് ഓഫീസും അതുപോലെ തന്നെ 100 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റും 2,60,00,000 വരുന്ന ഓഹരി മൂലധനവും ഉള്ള തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒന്നാണ് പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക്. 100ാം വാർഷികം ഈ വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു നിർവഹിക്കും. പഴുവം പരസ്പര സഹായ സംഘം എന്ന പേരിൽ 1924 സ്ഥാപിതമായ ഈ സ്ഥാപനം ഇന്ന് ചാഴൂർ പഞ്ചായത്തിലെ ഇഞ്ചമുടി കുറുമ്പിലാവ് വില്ലേജുകളും ജയന്തി കോൾപ്പടവ് വ്യാപക അതിർത്തിയായി 12,800-ലേറെ അംഗങ്ങളും 100 കോടി ഡെപ്പോസിറ്റും 2 കോടി 6 ലക്ഷം ഓഹരി മൂലധനവും 85.75 കോടി വായ്പ ബാക്കി നിൽപ്പുമായി ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിച്ചു വരികയാണ്. ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം നടത്തും. നാട്ടിക MLA CC മുകുന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ മന്ത്രിമാരായ KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ, മുൻ MLA ഗീതാ ഗോപി എന്നിവർ മുഖ്യാതിഥികളാകും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ ജൂബി T. കുര്യാക്കോസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി, വൈസ് പ്രസിഡന്റ് KV മോഹൻദാസ്, സെക്രട്ടറി KK സജിത, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അശോക റെസിഡൻസ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് തളിക്കുളം. 5-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള
മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, അശോക റെസിഡൻസ്, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് തളിക്കുളം. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തൊരുങ്ങുന്നു ഒരു പുണ്യമുഹൂർത്തം. 2024 നവംബർ 19 മുതൽ 24 വരെയുള്ള തീയതികളിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞം യജമാനനായി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികളും ആദിശങ്കരാചാര്യ ശിഷ്യ ശ്രീ പത്മപാദാചാര്യ പരമ്പര പരിപോഷിത പൂർവാത്മനായ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ, അമൃതപുരി ശ്രീമദ് തപസ്യാമൃതാനന്ദപുരി സ്വാമികൾ, കൊളത്തൂർ മഠം അദ്വൈതാശ്രമം ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ, കൊളത്തൂർ മഠം സ്വാമിനി ശിവാനന്ദപുരി എന്നീ ഭാരതത്തിലെ വിവിധ മഠങ്ങളിലെ സന്യാസ ശ്രേഷ്ഠരും, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റി വെങ്കിട്ടരമൺ ഘനപാടികൾ, പുരി ജഗന്നാഥധാം മഹാക്ഷേത്രം മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ പണ്ഡിത് വിശ്വംബർ ദാസ് അഗ്നിഹോത്രി, ബ്രഹ്മശ്രീ സൂര്യപ്രസാദ് ത്രിപാഠി, ബ്രഹ്മശ്രീ ബിക്രാം കിഷോർ ഭാഷ് വേദപാഠി, ദക്ഷിണ കർണാടക കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം തന്ത്രി യജുർവേദാചാര്യർ ബ്രഹ്മശ്രീ KN സുബ്രഹ്മണ്യ അടിക, യജ്ഞാചാര്യനായി ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മയും അവരോധിക്കപ്പെടുന്നു. ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രമുഖരായ യജ്ഞാചാര്യന്മാർക്കും ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ, പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ സഹകരണ വകുപ്പിന്റെയും ചാവക്കാട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു. തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KR രാമചന്ദ്രൻ, സംസ്ഥാന യൂണിയൻ ഭരണസമിതി അംഗം ലളിത ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി രജിസ്ട്രാർ DK രവീന്ദ്രൻ മോഡറേറ്ററായിരുന്നു.
ഇത്തരത്തിലുള്ള 1000-ലേറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹായികൾ, ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഇനിയും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്നവർ എന്തായാലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധ്യത കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി ആളുകൾ വരാനുണ്ട്. എന്തായാലും വേറെ സന്തോഷം. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഉത്ഭവ കാലഘട്ടം പറഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷും അനുബന്ധ കക്ഷികളും രാജ്യം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷിന്റെ ഒക്കെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ ഭരണാധികാരികൾ, രാജാക്കന്മാർ, ഭരണകാലത്ത് തന്നെ സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. അന്ന് കേരളം രൂപീകൃതമായിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ കേരളം ഇന്നത്തെ രൂപത്തിലെത്തുന്നതിന് മുമ്പ് 3 സംസ്ഥാനങ്ങളിലായി 3 രാജ്യങ്ങളായി കിടന്നിരുന്ന തിരുക്കൊച്ചിയും മലബാറും അതുപോലെ തന്നെ തിരുവിതാംകൂറും ഈ പ്രദേശങ്ങളിലെ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ സഹകരണ പ്രസ്ഥാനത്തിന് അവരുടെ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് അനുമോദിച്ചു. ഒളിമ്പിക്സ് മോഡൽ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സീനിയർ ബോയ്സ് വിഭാഗം 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 66 വർഷത്തെ റെക്കോർഡ് തിരുത്തിയാണ് മുഹമ്മദ് അഷ്ഫാഖ് പുതിയ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മഠത്തിപ്പറമ്പിൽ അഷ്റഫ് ജസീന ദമ്പതികളുടെ മകനായ മുഹമ്മദ് അഷ്ഫാഖിനെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് അനുമോദിച്ചു. മെമന്റോയും ക്യാഷ് അവാർഡും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ കെ കെ ജിനേന്ദ്രബാബു, ബി എസ് ജോത്സന, പെരിഞ്ഞനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ പി വി ഫൈസൽ, ബ്രാഞ്ച് മാനേജർ താര എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്തുള്ള മുഹമ്മദ് അഷ്ഫാഖ് നമ്മുടെ നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒളിമ്പിക്സ് എന്ന പേരിട്ടിട്ട് ആദ്യമായി നടത്തിയിട്ടുള്ള ഈ മേളയിൽ സംസ്ഥാന തലത്ത് തന്നെ 2 ഗോൾഡ് മെഡലുകൾ അഷ്ഫാഖ് നേടിയിരിക്കുകയാണ്. അതിൽ 1 ഓട്ടത്തിൽ റെക്കോർഡാണ് ഇട്ടുകൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി 5000 ലിറ്റർ വീതം സംഭരണശേഷിയുള്ള 2 ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ 1/2 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും. ഇ.ടി. ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ ബാക്കി വന്ന തുകയാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എടത്തിരുത്തി പഞ്ചായത്തിലെ 5-6 വാർഡുകളിലേക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചന്ദ്രാപ്പിന്നി അലുവ തെരുവിന് സമീപമുള്ള രാമൻകുളത്തിൽ 3.6 ഡയാമീറ്ററുള്ള കിണർ, പമ്പ് ഹൗസ്, പ്രഷർ ഫിൽട്ടർ, മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം. ഇതിൽ നിന്നും 90 mm വ്യാസമുള്ള പൈപ്പ് 3348 മീറ്റർ നീളത്തിലും 110 mm വ്യാസമുള്ള പൈപ്പ് 204 നീളത്തിലും ഇട്ട് വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 20,000 ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിയിലേക്ക് പ്രതിസന്ധി തീർത്തു. ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി. പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. 5-6 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഒപ്പം തന്നെ ആവശ്യപ്പെട്ട മറ്റ് സ്ഥലങ്ങൾക്ക് പുതിയ വാട്ടർ പൈപ്പുകൾ കണക്ഷൻ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതും ഇതിനോടൊപ്പം നടക്കും. ഏകദേശം 500 മീറ്റർ സ്ഥലത്താണ് പുതിയ ലൈൻ വലിക്കുന്ന ഏർപ്പാട് കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഈ ടാങ്കിൻ്റെ പണി ഇന്നത്തോടു കൂടി മിക്കവാറും പൂർത്തീകരിക്കാൻ കഴിയും. നാളെയോ മറ്റന്നാളോ തൊട്ടടുത്ത ദിവസങ്ങളായി നമുക്ക്
ഇവിടെ നിന്ന് വെള്ളം നമുക്ക് ചാല് ആക്കാൻ കഴിയുന്ന സ്ഥിതിയിലുണ്ട്. നമുക്കിതൊക്കെ പ്രാദേശികമായ ഒരു ആസൂത്രണ പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നാട്ടിലെ ജലം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമുക്കാവശ്യമായ വെള്ളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിന് പകരം നമ്മുടെ നല്ല കുളങ്ങളും അതുപോലെ ബന്ധപ്പെട്ടതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ET ടൈസൺ MLA പദ്ധതി സ്ഥലം സന്ദർശിച്ചു. അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. KSKTU മണലൂർ ഏരിയ കമ്മിറ്റി MK കൃഷ്ണൻ ദിനം ആചരിച്ചു. കാഞ്ഞാണി EMS മന്ദിരത്തിൽ നടത്തിയ അനുസ്മരണ യോഗം ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KR ബാബുരാജ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, KA ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തൃശൂർ വാദ്യ ഗുരുകുലത്തിലെ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളവും തുടർന്ന് അന്നദാനവും നടന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ, ബാലചന്ദ്രൻ, സോമൻ, EC പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ 56 കിലോ വിഭാഗത്തിൽ IS സിദ്ധാർത്ഥ് സ്വർണം നേടി. ഡിസംബർ 1 മുതൽ 6 വരെ പഞ്ചാബിൽ നടക്കുന്ന നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ യോഗ്യത ലഭിച്ചു. ഫുഡോ ഷോ കരാട്ടെ അക്കാദമിയിൽ പരിശീലനം നടത്തിവരുന്ന സിദ്ധാർത്ഥിന്റെ മുഖ്യ പരിശീലകൻ അനു വടക്കനാണ്. തളിക്കുളം കൈതയ്ക്കൽ ഐക്കാരത്ത് സതീഷിന്റെയും മാളൂട്ടിയുടെയും മകനായി സിദ്ധാർത്ഥ് വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലിക്ക് പിറന്നാൾ സമ്മാനമായി ആൽബം സമ്മാനിച്ചു. പിറന്നാൾ ദിനത്തിൽ സലാവുദ്ദീൻ അബ്ദുൽ ഖാദർ രചിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ശ്യാം ധർമ്മൻ സംഗീതം നൽകി ആലപിച്ച ഗാനങ്ങളാണ് സമ്മാനിച്ചത്. PM സിദ്ദിഖ് നാട്ടികയുടെ സഹായത്തോടെ ശ്യാം ധർമ്മൻ ആൽബം പുറത്തിറക്കിയത്. ഈശ്വരനേകിയ പുണ്യജന്മം മണ്ണിൽ പിറന്ന നാളിന്ന് വരവായി ഈയൊരു സുവിശേഷ ചടങ്ങിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്ര നാളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു പാട്ട് ചെയ്യണം. അപ്പം ഇന്ന് എൻ്റെ സുഹൃത്താണ് സലാവുദ്ദീൻ. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ചടങ്ങിനോട് കൂടിയിട്ട് അങ്ങനൊരു സംരംഭത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വരികൾ എഴുതി. ഞാൻ ഇന്നലെയാണ് അത് പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് അത് ഞാൻ സിദ്ദിഖിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. CPM താന്യം തെക്ക് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കാർഷിക സെമിനാറും കാർഷിക പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. കർഷക സംഘം ചെയർപേഴ്സൺ ഏരിയ സെക്രട്ടറി KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഒരു ബദലിന് വേണ്ടിയുള്ള പ്രചരണം ശക്തിപ്പെടുത്താനും ലോകത്ത് നടക്കുന്ന വലിയ പോരാട്ടങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും നമ്മൾ ഇടപെടണം എന്ന നമ്മുടെ കടമകളിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ലോക സാഹചര്യങ്ങളെ ഒക്കെ ഒന്ന് പരിശോധിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിച്ച് പോകണം എന്നതാണ്. കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ
നമുക്കറിയാം BJP-യാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നതെന്ന കാര്യം നമ്മൾ പുറത്തു പോകണം നന്നായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ NA പീതാംബരൻ അധ്യക്ഷനായി. ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ PV ബെഞ്ചമിൻ അവതരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി 3000-ൽ-അധികം കാബേജ്, കോളിഫ്ലവർ തൈകൾ നടുകയുണ്ടായി. താനപ്പറമ്പിൽ സുരേഷ് ബാബുവിന്റെ കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കാർഷിക ഉപകരണങ്ങൾ, വിവിധ ഇനം നടീൽ വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. LC സെക്രട്ടറി MB മുകേഷ്, KA ബഷീർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ VM കരീം മാസ്റ്റർ, KC രാമചന്ദ്രൻ, കൺവീനർമാരായ TV മദനമോഹനൻ, സുരേഷ് ബാബു, താനപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല ചാഴൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ KR ഗിരീഷ് വകുപ്പിന്റെ സംരംഭക സഹായ പദ്ധതികളെക്കുറിച്ചും സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. തുടർന്ന് പഴുവിൽ കനറ ബാങ്ക് മാനേജർ ജിനോ സെബാസ്റ്റ്യൻ ബാങ്കിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും സ്കീമുകളെക്കുറിച്ചും സംസാരിച്ചു. തൃശൂർ ജൻശിഷൻ സംസ്ഥാൻ പ്രോഗ്രാം സ്റ്റാഫ് വിന്യ വി സൗജന്യ തൊഴിൽ പരിശീലന ബോധവൽക്കരണ ക്ലാസ് നടത്തി. 11ാം വാർഡ് മെമ്പർ ഗിരിജ വല്ലഭൻ, ചാഴൂർ പഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് നീരജ് P വിൻസെന്റ് എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് ബോയ്സ് സോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും സംസ്ഥാന ഖേലോ മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിയായ ഹനീഫ മാസ്റ്റർക്ക് ആദരവും നൽകി. ചളിങ്ങാട് GM LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജീർ, GM LP സ്കൂൾ പ്രധാനാധ്യാപകൻ ദിനകരൻ, PTA പ്രസിഡന്റ് നൌഫിദ, ക്ലബ്ബ് അംഗങ്ങളായ മുഹമ്മദ് ഹനീഫ, സക്കീർ, മിർഷാദ്, നിയാസ്, സിനാൻ, ഉമർ, സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുസമൂഹം മാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രരചന ക്യാമ്പ് ഉൾപ്പെടെയുള്ളത്. നമ്മളൊക്കെ ഈ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മിക്കവാറും പുസ്തകത്തിലുള്ള അറിവും ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും അധ്യാപകർ ആ ഭാഗം പോർഷൻ നന്നായിട്ട് എടുക്കാന്ന് പറയും. കാക്കൊല്ലം പരീക്ഷയ്ക്ക് അരക്കൊല്ലം പരീക്ഷയ്ക്കൊക്കെ പോലെ പഠിപ്പിക്കേണ്ട വിഷയം എടുക്കുകയും ആ വിഷയം പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമേ നടക്കുള്ളൂ പണ്ട്, അല്ലേ? അത് എഴുതി കൊടുത്താൽ പിറ്റേ ദിവസം ചോദിക്കും, ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തല്ലുകൊള്ളും. ഇമ്പോസിഷൻ നന്നായിട്ട് എഴുതും. ഇമ്പോസിഷൻ ഒന്നും നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇമ്പോസിഷൻ ഒക്കെ പറയാൻ അറിയും. നിങ്ങൾ എഴുതിയത് തന്നെ പല പ്രാവശ്യം എഴുതാൻ പറയും. ഒരു പ്രാവശ്യം ഒന്നല്ല കേട്ടോ, അത് 100ഉം 1000ഉം എഴുതാൻ പറയും ഞങ്ങളോട്. ശിശുദിനത്തിന്റെ ഭാഗമായി വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആക്ഷൻ സോങ്, പ്രച്ഛന്നവേഷം എന്നിവ അരങ്ങേറി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായ സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെറുമൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, MPTA പ്രസിഡന്റ് RH അഷിഫ, ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഇന്ത്യക്ക് ചെറുപ്പകാലം തൊട്ടേ ഒരുപാട് ആളുകളുടെ ചെറുപ്പകാലം തൊട്ടേ തന്നെ ഈ ശിശുദിനത്തിന്റെ പരിപാടികൾ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു വരുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളെ ഈ പരിപാടികൾ അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന അവസരമാണ് അവരെ കഴിവിലെത്തിക്കാനുള്ള അവസരം. അത് എല്ലാവരും വളരെ നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിച്ച് നമ്മുടെ പുതിയ ഒരു ഭാവി വളർത്തിയെടുക്കേണ്ട തലമുറകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ കണ്ണൻ മാഷ് ശിശുദിന സന്ദേശം നൽകി. പ്രധാന അധ്യാപകൻ ഹനീഫ, PTA പ്രസിഡന്റ് RA ഷെരീഫ്, അധ്യാപകരായ റീന, സ്മിത, ഷാരിക, ഷൈജ, MPTA പ്രസിഡന്റ് ഷെറീന, അനീഷ സലാം, സൗമ്യ സുനിൽകുമാർ, സെബീന റാഫി, സാജിദ, ഷെമീന, സാജിദ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ ശോഭു ആലത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM അഹമ്മദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അൻവർ മുഹമ്മദ്, വിദ്യാർത്ഥി പ്രതിനിധികളായ അഖ്യാൻ അലി, ഇദൽ ശരത്ത് എന്നിവർ സംസാരിച്ചു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മളുടെ ഒരു കുട്ടി വന്നു, ചാച്ചാജിയെ പോലെ വന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനേലും വളരെ മോശമായിരുന്നു ഞാനൊക്കെ. ആദ്യം തന്നെ നമ്മൾ സ്റ്റേജിൽ വന്ന് ആ സഭാകമ്പം പോകണം നമ്മളുടെ. ഇപ്പോഴും എന്നോട് പല ആൾക്കാർ പറയും പാട്ട് പാടാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ 2 വാക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ 2 വാക്ക് നമ്മളോട് മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു പ്രാപ്തി ഉണ്ടാക്കണം എന്ന് എപ്പോഴും പറയണം. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ജയന്തി എൻ മേനോൻ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് വോളണ്ടിയർ വിനോദ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി തീർത്ഥ സന്തോഷ് ലഹരി വിരുദ്ധ സന്ദേശം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടുന്നതായിട്ട് കണ്ടെത്തുന്നു. അതിന്റെ മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും. മണലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലുള്ള വിവിധ അംഗൻവാടികളിൽ ശിശുദിനം ആഘോഷിച്ചു. തുഷാര, രശ്മി, കീർത്തി എന്നീ അംഗൻവാടികളിലാണ് ശിശുദിനം ആഘോഷിച്ചത്. വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ ശിശുദിന സന്ദേശം നൽകി. തുടർന്ന് ചാച്ചാജിയുടെ വേഷം ധരിച്ച കുരുന്നുകളുടെ ശിശുദിന റാലിയും ഉണ്ടായിരുന്നു. മധുരപലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു. സജീവ് വാലപ്പറമ്പിൽ, ജനാർദ്ദനൻ മണ്ണുമ്മൽ, BG രാധാകൃഷ്ണൻ, രാജീവ് വാലപ്പറമ്പിൽ, സിദ്ധാർത്ഥൻ പാണ്ഡ്യത്ത്, ഷിജു ചിറ്റോളി, അധ്യാപകരായ രാജി, ഷേളി, അജിത, ബീന, വിനോദിനി, സാവിത്രി, സുലജ എന്നിവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കലോത്സവ കപ്പിന് സ്വീകരണത്തിന്റെയും ഫ്ളാഗ് ഓഫ് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. കുട്ടികളുടെ സൈക്കിൾ റാലിയും ഉണ്ടായിരുന്നു. വിവിധ സെന്ററുകളിൽ കലോത്സവ കപ്പിന് മാലയിട്ട് സ്വീകരണം നൽകി. അന്തിക്കാട് ഹൈസ്കൂൾ നഗരിയിൽ കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ കപ്പ് ഏറ്റുവാങ്ങി. നർത്തകി, നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം കവിത കൃഷ്ണകുമാറിനെയും സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാറിനെയും ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു ആദരിച്ചു. ജനറൽ കൺവീനറും അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപികയുമായ VR ഷില്ലി, ജോയിന്റ് ജനറൽ കൺവീനർ ജോഷി D കൊള്ളന്നൂർ, KJ ബിന്ദു, വൈശാഖ് അന്തിക്കാട്, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു ഈ 18, 19, 20 തീയതികളിലായിട്ട് അന്തിക്കാടിൻ്റെ മണ്ണിലെ നമ്മുടെ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം അരങ്ങേറുകയാണ്. ഒരു 2 വർഷം മുമ്പ് നമ്മുടെ കണ്ണശാങ്കടൂർ മണ്ണിലാണ് ഈ കലോത്സവം അരങ്ങേറിയത്. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം കലയുടെ ഏറ്റില്ലമായ അന്തിക്കാടിന്റെ മണ്ണിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പഴുവിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം. ഗോഡൌണിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ അന്തിക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.